എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്കൂൾ കഥകൾ പറഞ്ഞു വരികയായിരുന്നു. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട കഥ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതോടെ പിന്നെ സ്കൂളിൽ നിന്ന് ഔട്ടാകും. പിന്നെ സ്കൂൾ കഥകൾക്ക് ഒരു രസമില്ലാത്തതുകൊണ്ട് ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ആലക്കോട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത്തെ കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കുകയാണ്. ആലക്കോട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറുതായിരിക്കുമ്പം മുതലേ കൊച്ച് അനിയനെയൊക്കെ കൂട്ടി വരുന്നു. അന്നൊക്കെ അയൽവക്കത്തുള്ള ചേച്ചിമാരുടെയൊക്കെ സഹായം കൊണ്ട് ഊണൊക്കെ കഴിച്ച് കുറച്ചുകൂടെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഊണ് കഴിക്കാനൊക്കെ പോകുമ്പം പെരുന്നലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടുന്ന് അഞ്ചിവങ്കൽ കടവെന്നോ പറയുന്നൊരു ആറിൻ്റെ തീരത്തായിരുന്നു പോകുന്നത്. അവിടെ ആറിൻ്റെ തീരത്ത് പോയി കൈ കഴുകുന്നു, ഉണ്ണുന്നു, സ്കൂളിൽ വരുന്നു, പിന്നെ കളിക്കുന്നു. അതിനുശേഷം ആലക്കോട് തമ്പുരാൻ്റെ കൊട്ടാരത്തിൻ്റെ വളപ്പിലേക്ക്, അവിടെ ആ ഭാഗത്തൊരു പൈപ്പുണ്ട്, ആലക്കോട് വെയിറ്റിംഗ് ഷെഡിൻ്റെ അടുത്തായിട്ട്. അവിടെ നിന്ന് കൈ കഴുകിയിട്ട് തമ്പുരാൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന റോഡിൽ നിന്നായിരുന്നു ഊണ് കഴിക്കാൻ. അപ്പോൾ കൊട്ടാരത്തിലെ ഊണ് കഴിക്കുന്നു. ഞങ്ങൾ കൊട്ടാരത്തിൽ പോകാൻ ഊണ് കഴിക്കാമെന്നായിരുന്നു സ്കൂളിൽ പറയുന്നത്. കൊട്ടാരത്തിൻ്റെ വളപ്പിൽ നിന്ന് ഊണ് കഴിക്കുക, പിന്നെ അവിടെ ഒരു കറുവാ നിപ്പുണ്ട്, അതിൻ്റെ തൊലി കുറച്ച് കടിച്ച് പറിക്കുക, തിരിച്ചു പോരുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതും ആ കാലഘട്ടത്തിലായിരുന്നു, ഒരു 7-8 കാലഘട്ടത്തിൽ. അപ്പം ആലക്കോട് ഒറ്റത്തേക്ക് പോകുന്ന ജംഗ്ഷനിൽ ഒരാൾ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അതെടുത്തുകൊണ്ട് നേരെ ഈ തമ്പുരാൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ പോവാം. അവിടെ കുറച്ച് ടാറിടാത്ത വഴിയുണ്ട്, പക്ഷെ മറ്റ് വാഹനങ്ങളുടെ ഒന്നും തിരക്കില്ലാത്തൊരു റോഡായതുകൊണ്ടും റോഡിൻ്റെ സൈഡും നടവഴിയൊക്കെ കൂടെ കൂട്ടി ഞങ്ങളെല്ലാവരും ഒരു 5-6 പേര് അവിടെ പോയി സൈക്കിൾ പഠിക്കുമായിരുന്നു. പിന്നീട് കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞപ്പം അരങ്ങം എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പം നമുക്ക് ചെറുപുഴയ്ക്ക് തിരിയാൻ മണക്കളവിന് പോകാം, ആ ജംഗ്ഷനിൽ ഒരു ആൾ സൈക്കിളുകളെ നിർത്തിയിരുന്നു. അദ്ദേഹം എനിക്ക് വളരെ പരിചയപ്പെട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു. രവി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സൈക്കിൾ രവി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അവിടുന്ന് സൈക്കിളെടുത്ത് അരങ്ങം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു എന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ആക്കിയത്. പിന്നെ എൻ്റെ ജോലി സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ലാത്തവരെല്ലാം പഠിപ്പിക്കലായിരുന്നു. ഒരുപാട് കൂട്ടുകാരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ഒരാളെ പഠിപ്പിക്കുമ്പോഴാണ് എക്സ്പേർട്ട് ആകുന്നതെന്ന് എനിക്ക് സ്കൗട്ട് ക്ലാസ് എടുക്കുമ്പോഴേ മനസ്സിലായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സൈക്കിൾ ചെയ്ത് പഠിപ്പിക്കണമെങ്കിൽ കൊണ്ടുപോകണമല്ലോ, ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുക, ഇവരെ കുറച്ച് ഓടിപ്പിക്കുക, അത് കഴിഞ്ഞ് ഞാൻ ഓടിക്കുക, ഓടിച്ചു കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ സൈക്കിൾ ഏകദേശം നല്ല വശമാക്കിയത്. അങ്ങനെ സ്കൂൾ പഠനകാലത്ത് സൈക്കിളും ഒക്കെ പഠിച്ച് സുഖമായിട്ട് പോകുന്നു. അടുത്ത എപ്പിസോഡിൽ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താകുന്ന കഥകൾ